ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. PYQ സീരീസിലെ 8ാമത്തെ ക്ലാസ്സാണ്. 40 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 kg അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ആനി ബസൻ്റാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമിയാണ് 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? BR അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് BR അംബേദ്കർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയതാര്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർനിക്കസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? MN ഷംസീർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെയാണ്? അരുണ ആസഫ് അലി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്നു പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? ജഹാംഗീർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ്. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം C. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏത്? മൃതസഞ്ജീവനി. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഏതാണ്? വായുവിലൂടെ പകരുന്ന രോഗം ജലദോഷം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? സൈലന്റ് സ്പ്രിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ്? പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശന ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി കണ്ടെത്തുക. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്നു പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും.
നാലാമത്തെ ഓപ്ഷനും ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2, 3, 4 പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടായിരിക്കും 2, 3 ആൻസർ ശരി കൊടുത്തത്. ആറ്റോമിക സിദ്ധാന്തത്തിന് പോയിന്റ്സ് എന്ന് പറയാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്താ പറഞ്ഞത്? രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും പോയിന്റ്സാണ് അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. എ ഓപ്ഷൻ എന്താ? ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പിൽ എന്താണ്? താഴോട്ട് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം എന്താ സംഭവിക്കുന്നത്? കൂടുന്നു. ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഓക്സിജൻ എന്തൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്ത്? മഞ്ഞ. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. എന്തൊക്കെയാണ്? പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവാണ് മാസ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. ആദ്യ സ്ഥാനത്തു നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഊർജത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. പ്രസ്താവന 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നതാണ് വികിരണം.